താമരശ്ശേരിയിലും മലയോര മേഖലയിലും കോഴിക്കോടിന്റെ മലയോര മേഖലയിലും ശക്തമായ കാറ്റും മഴയും താമരശ്ശേരി ചുരത്തിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, ഇപ്പോഴും മഴയുണ്ട്. അത് ചുരത്തിലെ ഗതാഗതത്തെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ മഴയുണ്ടോ? ശക്തമായ മഴ പെയ്തു. കോഴിക്കോട് കനത്ത ചൂടിന് ആശ്വാസമായി. പക്ഷെ ഇപ്പോൾ അല്പം മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട്. പക്ഷേ അന്തരീക്ഷം തണുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. മലയോര കിഴക്കൻ മലയോര മേഖല, താമരശ്ശേരി, മുക്കം, കൂടത്തായി ഉൾപ്പെടെയുള്ള കോടതി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലൊക്കെ മഴ പെയ്തു. ഒപ്പം കോഴിക്കോട് നഗരത്തിലും അല്പസമയം മുമ്പ് മഴ പെയ്തു എന്നുള്ളതാണ്. 37.9 ഡിഗ്രി സെൽഷ്യസ് നല്ല ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കോഴിക്കോട്. കഴിഞ്ഞ 2 ദിവസം മുമ്പും മലയോര മേഖലയിൽ നേരിയ മഴ അനുഭവപ്പെട്ടു. പക്ഷേ ഈ തരത്തിൽ വ്യാപകമായ രീതിയിൽ മഴ ആദ്യമായാണ് വേനൽമഴ ഉണ്ടാകുന്നത്. ഏതായാലും വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശക്തമായ കാറ്റ് ചിലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. താമരശ്ശേരി ചുരത്തിലും ശക്തമായ മഴയുണ്ട്. പക്ഷേ ഗതാഗത തടസ്സമോ അത്തരത്തിലുള്ള അനിഷ്ട സാഹചര്യങ്ങളില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഏതായാലും കനത്ത ചൂടിൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് ഈ വേനൽ മഴ. ശരി, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ അത് ഒരു ആശ്വാസത്തിന്റെ മഴ കൂടിയാണ്. കനത്ത ചൂടിന് നല്ല ശമനമുണ്ട്. ശക്തമായ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കാര്യമായ ഗതാഗത തടസ്സമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്തായാലും റിപ്പോർട്ട് ചെയ്യുന്നില്ല.